RSSന്റെയും BJPയുടെയും ക്രിസംഗി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിൽ കേരളത്തിൽ അത് മധ്യ കേരളമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂർ പ്രധാനമായിട്ടും. ഭൂപ്രകൃതി വെച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പരമാവധി തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ ക്രിസ്ത്യൻ ബെൽറ്റിലാണ് RSSും BJPയും തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കുറേ മുമ്പേ തുടങ്ങിയതാണ്, ഇപ്പോഴൊന്നും അല്ല. ഇത്രയും പറയുന്ന ഭൂപ്രദേശത്തെ ഈ 4-5 ജില്ലകളിലെ ക്രിസ്ത്യാനികളെ, വിവിധ സഭകളിൽപ്പെട്ട ക്രിസ്ത്യാനികളെ BJPയോട് അടുപ്പിക്കുക, RSSനോട് അടുപ്പിക്കുക, ഇതാണ് BJPയുടെ RSSന്റെയും തന്ത്രം. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അങ്ങനെ പല നീക്കങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് BJP ഒരു സ്നേഹയാത്ര സംഘടിപ്പിച്ചു. ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് ഒരു സ്നേഹയാത്ര. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളുമായിട്ട് സഹകരിക്കണം, വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അവിടെ മണിപ്പൂർ വിഷയം അവരാരും മിണ്ടത്തില്ല. മണിപ്പൂരിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിനെ പറ്റി ചർച്ചയുണ്ടാവില്ല. ഇനി ചില വീടുകളിൽ ചിലർ ചോദിച്ചിട്ടുണ്ടാവാം, ചില ക്രിസ്ത്യൻ വീടുകളിൽ, നിങ്ങൾ മണിപ്പൂരിൽ എന്താ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ചോദിച്ചവരുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഉത്തരം മുട്ടും. അതവിടെ നിൽക്കട്ടെ, ഇത് അവരുടെ ക്യാമ്പയിനാണ്, ഈ പറയുന്ന സ്നേഹയാത്ര ക്യാമ്പയിൻ. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരച്ഛൻ, ഒരു പ്രീസ്റ്റ്, പുരോഹിതൻ, ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതൻ, മനോരമയുടെ സ്വന്തം സഭയായ ഓർത്തഡോക്സ് സഭയുടെ ഒരു പുരോഹിതൻ, അദ്ദേഹം 50ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നു, കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ BJPയിൽ ചേർന്ന ഈ പുരോഹിതനെ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഷൈജു കുര്യൻ എന്നാണ്, പത്തനംതിട്ട ഓർത്തഡോക്സ് ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയാണ് ഈ പുരോഹിതൻ, അതായത് ഷൈജു കുര്യൻ. സഭ നടപടി സ്വീകരിച്ചു. ഷൈജു കുര്യനെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. പെൻഡിങ് എൻക്വയറി, അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കണമെന്നാണ് സഭ ചർച്ച് കൗൺസിലിൻ്റെ തീരുമാനം. ആ തീരുമാനം ഓർത്തഡോക്സ് ചർച്ച് കൗൺസിൽ പരിശുദ്ധ കാതോലിക്ക ബാവ, ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയുടെ പരമോന്നത പുരോഹിതനായ കാതോലിക്ക ബാവയെ അറിയിച്ചു കഴിഞ്ഞു. അവരുടെ ഇന്റേണൽ അന്വേഷണം നടക്കും. എന്തായാലും തൽക്കാലം ഈ പുരോഹിതനെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി സ്ഥാനത്തു നിന്നും പത്തനംതിട്ട ഭദ്രാസനം, പിന്നെ സൺഡേ സ്കൂൾ, നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ മനസ്സിലാവുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറ്റവും ശക്തി സ്വാധീനങ്ങളുള്ളത് 2 ജില്ലകളിലാണ് പ്രധാനമായിട്ട്, അതായത് കോട്ടയം, പത്തനംതിട്ട. നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ പിക്ചർ മാറും. തൃശ്ശൂർ ചെല്ലുമ്പോൾ വേറൊരു പിക്ചറാണ്, അത് കത്തോലിക്ക സഭയുടെ കേന്ദ്രമാണ്. അപ്പോൾ സഭാ കേസ് നമുക്കറിയാം, അത് ഒത്തിരി വിസ്തരിക്കാൻ കഴിയില്ല, വലിയ ചരിത്രമായതിനുണ്ട്. സഭാ കേസിൽ ഈ യാക്കോബായ സഭ 2ആയിട്ട് പിരിഞ്ഞ് നടക്കുന്ന പള്ളിവഴക്കും കേസും തർക്കവും എല്ലാം അറിയാമല്ലോ. എറണാകുളം മേഖലയിൽ പാർത്രിയാക്കീസ് വിഭാഗത്തിനാണ്, യാക്കോബായ വിഭാഗത്തിനാണ് സ്വാധീനം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്കാണ്. സഭാ കേസിൻ്റെ പേരിൽ നടന്നിട്ടുള്ള അക്രമങ്ങൾ, കോമാളിത്തരങ്ങൾ, അതൊന്നും ഇവിടെ വിവരിക്കാൻ സമയമില്ല. അപ്പം മനോരമയുടെ സ്വന്തം സഭ, ഉമ്മൻചാണ്ടിയുടെ സ്വന്തം സഭ, ഓർത്തഡോക്സ്, ആ സഭയിലെ ഒരു പ്രധാന വൈദികൻ, അതായത് പത്തനംതിട്ട ഉൾപ്പെടുന്ന നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയാണ് 50 ക്രിസ്ത്യൻ കുടുംബങ്ങളുമായിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്നേഹയാത്രയ്ക്ക് ഫലം കാണുന്നുണ്ട്. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. നാളെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. ആലോചിച്ച് വിലയിരുത്തി സഭാ നേതൃത്വങ്ങൾക്ക്, സഭയുടെ തലപ്പത്തിരിക്കുന്ന മെത്രോപ്പൊലിത്തമാർക്ക്, അല്ലെ കത്തോലിക്ക ബാവയ്ക്ക് ഒക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുകളുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഒരു ചോദ്യമാണ്. പിന്നെ മനോരമയ്ക്ക്, ഓർത്തഡോക്സ് സഭയുടെ സ്വന്തം പത്രമായ മനോരമയ്ക്ക് ഇക്കാര്യത്തിൽ നിലപാടുണ്ടോ? ഈ വൈദികനും 50 കുടുംബങ്ങൾ BJPയിൽ ചേർന്നതിനെ പറ്റി മനോരമയ്ക്ക് എന്തഭിപ്രായമാണുള്ളത്? അത് നിർണായകമാണ്. കാരണം
ഓർത്തഡോക്സ് സഭയെ നിയന്ത്രിക്കുന്നതിൽ മനോരമയ്ക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് തൽക്കാലം പോകാൻ നമുക്ക് സമയമില്ല. അതൊക്കെ പിന്നീട് കൂടുതൽ നമുക്ക് പറയാം. ഇനി ഇതോട് ചേർത്ത് വായിക്കാവുന്ന ചില കാര്യങ്ങൾ. ഇതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മധ്യ തിരുവിതാംകൂറിലെ മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ BJP ചേരുന്നതിൻ്റെ കാരണം, അത് താങ്ക്സ് ടു ദ വിഷണറി അപ്രോച്ച് ഓഫ് നരേന്ദ്രമോദി ലെഡ് ഗവൺമെൻറ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വളരെ വിഷണറി ആയിട്ടുള്ള, വളരെ മാർഗദർശിയായിട്ടുള്ള, മുൻകരുതലോടുകൂടിയുള്ള നടപടികൾ, ആ ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ കൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം അവരിലേക്ക് ചേരുന്നത്, RSSലേക്ക് BJPയിലേക്ക് ചേരുന്നതെന്നാണ് BJPയുടെ സംസ്ഥാന സമിതിയുടെ നേതാക്കളുടെ വിലയിരുത്തൽ. അത് പുറത്തു വന്നിട്ടുണ്ട്. അതെ, ശരിയാണ്. ആ കരുതൽ, ആ വിഷൻ ക്രിസ്ത്യാനികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മണിപ്പൂരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൈകാര്യം ചെയ്യൽ എങ്ങനെയാണെന്ന്. എന്തുട്ട് പുരോഹിതന്മാരെ, ഓർത്തഡോക്സെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? വിരുന്ന് സൽക്കാരത്തിലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് സൽക്കാരത്തിൽ പോയിരുന്നിട്ട് ഒന്നും മിണ്ടാത്തവരാണ് മണിപ്പൂരിനെ പറ്റി. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിഷണറി കാഴ്ചപ്പാട് കൊണ്ടാണ് ഞങ്ങൾ ആകർഷണം തോന്നിയിട്ടാണ് ഞങ്ങൾ അതിലേക്ക്, BJPയിലേക്ക്. ഇനി വേറൊരു പാര ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ RSS അത്ര മണ്ടന്മാരാണെന്ന് ആരും ധരിക്കുകയൊന്നും വേണ്ട. വളരെ പതുക്കെ 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 ഫാസിസം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇവിടെ എങ്ങനെ നടപ്പാക്കാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് RSSന് ശാഖകളുണ്ടായ സ്ഥലങ്ങളിൽ ഒന്ന് കേരളത്തിലാണ്. അക്കാലത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ്, മറന്നു പോകരുത് നമ്മുടെ ചരിത്രം. കേരളത്തിൽ തലശ്ശേരിയിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച RSSന്റെ ശാഖ ഇന്ത്യയിലെ തന്നെ ആദ്യ ശാഖകളിൽ ഒരെണ്ണമാണ്. അവിടുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നോട്ട് വന്ന തലശ്ശേരി കലാപം, കൊലപാതക പരമ്പര ഒക്കെ നമ്മൾക്ക് ചേർത്ത് വായിച്ച് ഒത്തിരി പറയാനുണ്ടാവും. ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത പാര കിട്ടിയിരിക്കുന്നത് ഇപ്പം പുതിയ മന്ത്രിയായിട്ട് വന്നിട്ടുള്ള KB ഗണേഷ് കുമാറിനെ. ഗണേഷ് കുമാർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ ഇത് കൈകൊള്ളുന്ന കേസാണ്. എന്താ സംഭവം? ഇന്നലെ RSS BJP നേതാക്കൾ കൊട്ടാരക്കരയിൽ വാളകത്തുള്ള ഗണേശിൻ്റെ, മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ കുടുംബ വീട്ടിലെത്തി ഗണേഷ് കുമാറിനെ കണ്ടിട്ട് 22-ന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഗണേഷ് കുമാറിനെ ക്ഷണിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടില്ല, അതേസമയം മോഹൻലാലിനെ ക്ഷണിച്ചു. സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തിടത്ത്, BJPയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തിടത്ത് KB ഗണേഷ് കുമാറിനെ ക്ഷണിച്ച് എന്തിനാണ്? BJP മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പരിപാടിയിലേക്ക്, അല്ലെ RSS പരിപാടിയിലേക്ക് ഗണേഷ് കുമാറിൻ്റെ വീട്ടിലെത്തി ക്ഷണക്കത്ത് കൈമാറി, നിവേദ്യം കൊടുത്തു, രാമക്ഷേത്രത്തിൻ്റെ രൂപം സംഭാവന ചെയ്തു, ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഔദ്യോഗിക ഇൻവിറ്റേഷൻ. ഗണേഷ് കുമാർ പങ്കെടുക്കുമോ ഇല്ലയോ? ഇവിടെയാണ് ഗണേഷ് കുമാറിന് വീണിരിക്കുന്ന കുരുക്ക്. എന്താ കുരുക്ക് ഞങ്ങൾ പറയാം. അദ്ദേഹം മന്ത്രി മാത്രമല്ല, അദ്ദേഹം NSSന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ്. പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ തലതൊട്ടപ്പനാണ്, മുടിചൂടാ മന്നനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഇടതുമുന്നണിയിലായതുകൊണ്ട് അദ്ദേഹം ഈ LDFന്റെ ആ ഒരു ഫോർമുല അനുസരിച്ച് രണ്ടാം ടൈമിൽ ആദ്യ ടൈമിൽ അദ്ദേഹം മന്ത്രിയാകണമായിരുന്നു. അതിന് ഭാരം വെച്ച് അദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെയാണ്, മൂത്ത പെങ്ങൾ. നമുക്കതൊക്കെ അറിയാം, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടാം ടൈമിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി. അത് രാഷ്ട്രീയ മര്യാദയുടെ തീരുമാനത്തിന്റെ പേരിൽ. പക്ഷെ അതിനപ്പുറം ഇതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ, ഗണേഷ് കുമാറിനെ എന്തിനു ക്ഷണിച്ചു? വളരെ ബുദ്ധിപൂർവം തന്ത്രപൂർവ്വമുള്ള നീക്കമാണ്. NSSന്റെ പ്രതിനിധിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തെ ക്ഷണിച്ചത് മന്ത്രി എന്ന നിലയിലല്ല ക്ഷണിച്ചിരിക്കുന്നത്. മന്ത്രിയായ NSSന്റെ നേതാവിനെയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പോയാൽ അതൊരു ആക്ഷേപം മറുഭാഗത്തുണ്ടാവും. ഗണേഷ് കുമാർ എന്തിനു പോയി എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. ഇപ്പൊ സോണിയാഗാന്ധി പോകുമോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടില്ല.
മല്ലികാർജുൻ ഖാർഗെ പോകുമെന്ന് തീരുമാനമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ച നേതാക്കൾ അവരൊക്കെ ആരൊക്കെ പോകുന്നൊരു വ്യക്തത വന്നിട്ടില്ല. ആ സ്ഥാനത്താണ് അവിടെയാണ് ഗണേഷ് കുമാറിനെ ഇപ്പോൾ RSS BJP ക്ഷണിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാർ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല, പോകുമെന്നോ ഇല്ലെന്നോ വ്യക്തമായിട്ടില്ല. ഗണേഷ് കുമാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ ക്ഷണക്കത്ത്. പോയാൽ പ്രശ്നമാവും, പോയില്ലെങ്കിൽ പ്രശ്നമാവും. പോയില്ലെങ്കിലത്തെ പ്രശ്നം നമുക്കറിയാമല്ലോ. ക്ഷണിച്ചിട്ടും എന്തുകൊണ്ട് പോയില്ല? NSSന്റെ ആളല്ലേ, ഭാരവാഹിയല്ലേ, മന്ത്രി വേറെ, എന്തുകൊണ്ട് പോയില്ല? അത് പൊല്ലാപ്പാവും. ഇനി പോയാലോ? ഒരു മന്ത്രി, കേരള സർക്കാരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഒരു മന്ത്രി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോയത് തെറ്റാണ്. മതേതര സെക്കുലർ പാരമ്പര്യത്തിന് തെറ്റാണ്. കാര്യം പിടികിട്ടിയോ? ഗണേശ് വീണിരിക്കുന്ന വീഴ്ച കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ് BJP RSS പോയി ക്ഷണിച്ചത് വഴി. എന്തേ സുരേഷ് ഗോപി ക്ഷണിക്കാത്തതെന്ന് ഞങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. ഇതൊരു കാർഡിട്ട് കളിക്കുകയാണ്. ഗണേശ് ആ കാർഡിൽ കൊത്തുമോ ഇല്ലയോ എന്നുള്ളത് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കണം. കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇവരിങ്ങനെയാണ് ഓരോരുത്തരെ പെടുത്തുന്നത്. രാമജന്മഭൂമി ഇഷ്യൂ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്ര ഇഷ്യൂ ഒരു വലിയ പൊളിറ്റിക്കൽ കാമ്പയിനായിട്ട് അവർ BJP RSS മാറ്റിക്കഴിഞ്ഞു. നമ്മളത് അംഗീകരിക്കണം, നമ്മളത് മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോയെങ്കിൽ അവസാനിപ്പിക്കാം. അതായത്, നമ്മുടെ രാജ്യം ഒരു മതേതര സെക്കുലർ റിപ്പബ്ലിക്കാണ്. അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന UPയിലെ ജയിൽ മന്ത്രി ധർവീർ പ്രജാപതി, UPയിലെ ജയിൽ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ ലൈവ് ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ലൈവ് ചടങ്ങ് UPയിലെ എല്ലാ ജയിലുകളിലും ലൈവായിട്ട് കാണിക്കും. തടവുകാർക്ക് ഇതെല്ലാം കാണാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കും. അതായത് 1,00,000-ലധികം തടവുകാരാണ് UPയിലെ ഉത്തർപ്രദേശിലെ വിവിധ ജയിലുകളിലുള്ളത്. അവർക്കെല്ലാം ലൈവായിട്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഈ ജനാധിപത്യ സെക്കുലർ റിപ്പബ്ലിക്കിലെ UPയിലെ ജയിൽ മന്ത്രി ധർവീർ പ്രജാപതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഒരു മതപരമായ ചടങ്ങ്, അയോധ്യയിലെ ചടങ്ങ്, അതൊരു മതപരമായ ചടങ്ങാണ്. അത് ലൈവായിട്ട് ഒരു സർക്കാർ ചടങ്ങ് പോലെ ജയിലുകളിൽ വരെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മതേതര സെക്കുലർ സങ്കല്പങ്ങൾക്ക് എന്താ പ്രാധാന്യം, ഇനി പ്രസക്തിയുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും ജയിലിൽ കാണിക്കുമോ? ക്രിസ്മസ് ഇനിയും വരും, ക്രിസ്മസ് ചടങ്ങുകൾ കാണിക്കുമോ? റംസാനും നോമ്പുകാലവും ഇനിയും വരും, അത് ജയിലിൽ കാണിക്കുമോ? ഈ UP ജയിലുകളിൽ 1,00,000-ലധികം തടവുകാരുള്ളത് മുഴുവൻ ഹിന്ദു വിശ്വാസികൾ മാത്രമാണ്. അതിൽ മറ്റുള്ള സമുദായക്കാരില്ലേ? അപ്പൊ അവർക്ക് അവരുടെ വിശ്വാസപ്രകാരമുള്ളതും കാണാനുള്ള അർഹത അവർക്കില്ലേ? ഇതെന്താണ് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സർക്കാർ, UP സർക്കാർ? അതാ പറഞ്ഞത്, ഇത് ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ടയാണ്. കേരളത്തിൽ മധ്യ തിരുവിതാംകൂർ മേഖല, ഒരു UPയിൽ ജയിലുകളിൽ ലൈവ് കാണിക്കുന്ന അയോധ്യയിലെ ചടങ്ങ്. അവരെ രാജ്യം മുഴുവൻ എല്ലാ ജയിലുകളിലും ഇത് ലൈവായിട്ട് അങ്ങ് കാണിക്കാൻ പ്രധാനമന്ത്രി അല്ലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഉത്തരവിട്ട പോലെ. അതും സംഭവിക്കാം ഈ 22-ന് മുമ്പ്. UP ജയിലുകളിൽ മാത്രമല്ല, തിഹാർ ജയിലിലും ഇന്ത്യയിലെ മറ്റ് ജയിലുകളിലും, തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ, വിയ്യൂരും കണ്ണൂർ സെൻട്രൽ ജയിലുകളിൽ ഉൾപ്പെടെ കാണിക്കട്ടെ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയാൽ പോരെ? ഈ രാജ്യം അങ്ങോട്ട് പോട്ടെ, അങ്ങ് പോട്ടെ, എത്ര വരെ എവിടെ വരെ പോകും നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നമ്മൾ എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെന്താണ് മതനിരപേക്ഷ രാജ്യം അല്ലെ സെക്കുലർ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഭരണഘടന കൂടി അങ്ങ് മാറ്റി എഴുതിക്കൂടെ? എന്നാ പിന്നെ അത് വരും, വൈകാതെ വരും. BJPയുടെ B ടീമായിട്ട് കോൺഗ്രസ് ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇനി വരാൻ പോണത് അതൊക്കെ തന്നെയാണ്. കാത്തിരുന്ന് കാണുക.